അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, മുബാഹലയെ സംബന്ധിച്ചുള്ള എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കേരളത്തിൽ കൊടിയത്തൂരിലെ അഞ്ചുമൻ ഇശാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചിരുന്ന യുവാക്കളുടെ മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു എം മുഹമ്മദ് മദനി. മദനിയെ ഈ ഒരു മുബാഹലയുമായി ബന്ധപ്പെട്ട സംസാരത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ കാരണങ്ങളാൽ മറ്റ് പല കാരണങ്ങളാൽ അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല. മുബാഹല പ്രാർത്ഥന, മുസ്ലിങ്ങൾക്ക് വേണ്ടി മുബാഹല പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തിരുന്നത് മദനിയായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഇസ്ലാമിക ആദർശ പ്രബോധനത്തിന് വേണ്ടി വിശ്രമമില്ലാതെ പണിയെടുത്തിരുന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കൊടിയത്തൂരുകാർ നാട്ടുകാർ സ്നേഹപൂർവ്വം വലിയ മങ്കണ്ടൻ എന്ന് വിളിച്ചിരുന്ന മദനി, എം മുഹമ്മദ് മദനി. 3 സഹോദരങ്ങൾ, എം മുഹമ്മദ് മദനി, എം അബ്ദുറഹ്മാൻ മദനി, എം അഹമ്മദ് കുട്ടി മദനി. അവരിൽ മദനിയുടെ എം മദനിയുടെ പുത്ര സഹോദരന്മാരായ അബ്ദുറഹ്മാൻ മദനി, അഹമ്മദ് കുട്ടി മദനി, മദനിമാർ എന്നവർ വിളിക്കപ്പെട്ടു. വലിയ മങ്കണ്ടൻ മദനി എന്ന് എം മുഹമ്മദ് മദനി വിളിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതലേ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ നിരതമായിരുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. നമുക്കെല്ലാവർക്കും അറിയാം. എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ചേർത്ത് വിളിക്കപ്പെട്ട മറ്റൊരു നാമമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ എപ്പോഴും അദ്ദേഹത്തെയും കേക്കയെയും ചേർത്താണ് പറഞ്ഞിരുന്നത്. കേക്കയും മദനിയും, മദനിയും കേക്കയും എന്നിങ്ങനെ ചേർത്ത് പറയപ്പെട്ടിരുന്ന 2 വ്യക്തിത്വങ്ങളായിരുന്നു എം മുഹമ്മദ് മദനിയും കെ മുഹമ്മദ് സുല്ലമിയും. കേരളത്തിൽ പല ഭാഗങ്ങളിൽ നിന്ന് വന്നു ചേർന്ന് തങ്ങളുടെ വിദ്യാർത്ഥികളുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ നാടുകളിൽ അവരെ മുൻനിർത്തി പ്രബോധന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്ന വ്യക്തിത്വങ്ങളായിരുന്നു അവർ. മദനി സംസാരിക്കാൻ വരും, സംസാരിക്കും. ഒരുപക്ഷെ അവർ വേദി ഒരുക്കുവാനും വേദി മാറ്റുവാനുമൊക്കെ അവരുണ്ടാവും. അവസാനം പരിപാടി കഴിഞ്ഞ് മൈക്ക് സെറ്റിന് കൊടുക്കുവാൻ ക്യാഷ് ഒത്തോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് തങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് പിരിഞ്ഞു പോരുന്ന മദനിയെയും കേക്കയും ഒക്കെ ശിഷ്യന്മാർക്ക് ഒരുപാട് കഥകൾ, ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാകും. എല്ലാവരും അവരെ സംബന്ധിച്ച് അവരെ പ്രാഥമികമായി കേവലം ഒരു അധ്യാപകർ എന്നതിനപ്പുറം എം മുഹമ്മദ് മദനി വിദ്യാർത്ഥികൾക്കെല്ലാമായിരുന്നു. ഒരു പിതാവിനെ പോലെ കുട്ടികളെ കണക്കാക്കിയും മക്കളെപ്പോലെ വിദ്യാർത്ഥികളെ കണക്കാക്കി സ്നേഹിക്കുകയും ചെയ്തിരുന്ന ആരോഗ്യകരമായ അത്രമേൽ ഊർജ്ജസ്വലമായ ഒരു ബന്ധമായിരുന്നു വിദ്യാർത്ഥികളുമായി മദനിക്കുണ്ടായിരുന്നത്. അവരുടെ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഇടപെട്ടു. അവർക്കൊരു കേവലം കോളേജിൽ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ മാത്രമായിരുന്നില്ല. വീട്ടിലെ വിഷയങ്ങൾ, അവരുടെ പെങ്ങന്മാരുടെ കല്യാണം, അവരുടെ വീട് പണി, അവരുടെ ജോലി, അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ, എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുവാനും പരിഹാരം തേടുവാനുള്ള ഇടങ്ങളായിരുന്നു അവർക്ക് അവിടെ അധ്യാപകൻ എന്ന നിലയ്ക്ക് എം മുഹമ്മദ് മദനി എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യർക്കറിയാം, വിദ്യാർത്ഥികൾക്കറിയാം. ആ മദനിയെക്കുറിച്ച് അദ്ദേഹം അഞ്ചുമൻ ഇശാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ആ സംഘടനയുടെ ഒരു പണ്ഡിത സാന്നിധ്യമായിരുന്നു മദനി. അവിടെ എല്ലാ വിഷയങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രബോധകനായിരുന്നു. അദ്ദേഹത്തെ അഞ്ചുമൻ ഇശാഅത്തിൻ്റെ പ്രവർത്തകന്മാർ അനുസ്മരിക്കുകയാണ്, ഇവിടെ ഓർക്കുകയാണ്. മദനിയുടെ എല്ലാ സേവനങ്ങളെക്കുറിച്ചുമല്ല ഓർക്കുന്നത്, അതിന് നമുക്ക് മണിക്കൂറുകൾ വേണ്ടി വരും. ഇവിടെ മുതിരുന്നത് അഞ്ചുമൻ ഇശാഅത്തെ ഇസ്ലാമിയെ ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മാത്രമുള്ള ഒരു ഓർമ്മയിലേക്ക്, ഒരു ഓർമ്മക്കുറിപ്പിലേക്ക് നിങ്ങളെ എന്നെ ക്ഷണിക്കുകയാണ്. അതിൻ്റെ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. وكانوا قدوة للناس هنا مروا وكانوا قادة أطهار هنا مروا وكانوا قدوة للناس. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൊടിയത്തൂരിൽ 1989 നടന്ന വിഖ്യാതമായ മുബാഹലയുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററിയുടെ ചിത്രീകരണവും സംപ്രേഷണവുമൊക്കെ ആയി ബന്ധപ്പെട്ട സന്ദർഭത്തിലാണ് നമ്മുടെ മാർഗദർശിയും ഇശാഅത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മുസ്ലിംകൾക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിച്ചിട്ടുള്ള എം മുഹമ്മദ് മദനി സാഹിബ് കഴിഞ്ഞ ദിവസം നമ്മോട് വിട പറഞ്ഞിട്ടുള്ളത്. 2025 ജനുവരി 30 രാത്രിയാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞ് ഈ ലോകത്ത് നിന്ന് പോയിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ അനുസ്മരിക്കുകയും നമ്മുടെ ഇശാഅത്തും മുബാഹലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
45 വർഷം മുമ്പാണ് അഞ്ചുമൻ ഇഷായത്തെ ഇസ്ലാം രൂപീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രസിഡൻ്റ് സ്ഥാനം സാരഥ്യം ഏറ്റെടുത്തുള്ള അബ്ദുറഹ്മാൻ മദനി സാഹിബാണ് എന്നോടൊപ്പമുള്ളത്. ഞങ്ങളിവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് മദനി സാഹിബിൻ്റെ ഇഷായത്തുമായി ബന്ധപ്പെട്ട മുബാഹലയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഓർമ്മിച്ചെടുക്കാനാണ്. 45 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായ അഞ്ചുമൻ ഇഷായത്തെ ഇസ്ലാമിൽ 1980 ആണത് രൂപീകരിച്ചിട്ടുള്ളത്. 2 വർഷങ്ങൾക്ക് ശേഷമാണ് മദനി സാഹിബിനെ നമുക്ക് അംഗമായി ലഭിച്ചിട്ടുള്ളത്. നമ്മൾ തുടക്കത്തിൽ തന്നെ അത് ആഗ്രഹിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കർമ്മനിരതമായ പ്രാസ്ഥാനിക പ്രവർത്തനങ്ങളും നേതൃത്വവും അതോടൊപ്പം തന്നെ നവോത്ഥാന പ്രഭാഷണങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അഞ്ചുമൻ ഇഷായത്തിനോട് അദ്ദേഹം സഹകരിച്ചിരുന്നെങ്കിലും അംഗമായി വന്നത് 2 വർഷങ്ങൾക്ക് ശേഷമാണ്. എന്നാൽ പിന്നീട് ഓരോ സന്ദർഭത്തിലും നമ്മുടെ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടും അല്ലാതെയും ഇഷായത്തിൻ്റെ ഓരോരോ സന്ദർഭങ്ങളെയും ഓരോ പ്രവർത്തനങ്ങളെയും സാഗൂതം വീക്ഷിക്കുകയും അതിന് കൃത്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും മാർഗദർശനങ്ങളും ഉപദേശങ്ങളും നൽകി മുമ്പോട്ട് നയിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു മദനി സാഹിബ്. 1989 കൊടിയത്തൂരിൽ മുബാഹല നടന്നത്. അതിനു മുമ്പ് നടന്നിട്ടുള്ള ചില സംവാദങ്ങൾ പലപ്പോഴും നടക്കാതെ പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരുക്കങ്ങൾ, അതിനുവേണ്ടിയുള്ള പണ്ഡിതന്മാരുടെ കൂടിയിരുന്ന് ഉള്ള ചർച്ചകൾ, ഇതിലൊക്കെ അദ്ദേഹവും സജീവമായി പങ്കെടുത്തിരുന്നു. ഈ മുബാഹലയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം അതിൻ്റെ ചർച്ചകളിലും അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഓരോ നിമിഷങ്ങളിലും അദ്ദേഹം സജീവമായി പങ്കെടുക്കുകയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, തുടർന്ന് എങ്ങനെയായിരിക്കണം നമ്മുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കുക കൂടി ചെയ്ത, എല്ലാ അർത്ഥത്തിലും നമ്മളെ മാർഗദർശനം ചെയ്ത വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൂടിയാണ്, പിതൃ സഹോദരൻ്റെ മകനായ സഹോദരൻ കൂടിയാണ് അബ്ദുറഹ്മാൻ മദനി സാഹിബ്. അദ്ദേഹം തന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ പറയട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. നമ്മൾ ഇഷായത്തുമായി ബന്ധപ്പെട്ട ജനാബി എം മുഹമ്മദ് മദനിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ഉള്ള ഒരു അവലോകനമാണ് നടക്കുന്നത്. ഇഷായത്തിന് എല്ലാ നിലക്കും അതിനാവശ്യമായ നിർദ്ദേശങ്ങളും നൽകുകയും അതിൻ്റെ നയരൂപീകരണത്തെ തന്നെ വേണ്ട ഉപദേശം നൽകുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹമാണ് 1989 നടന്ന മുബാഹലയ്ക്ക് നേതൃത്വം നൽകി പ്രാർത്ഥന നടത്തിയത്. അദ്ദേഹം വിഷയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെക്രട്ടറി പി അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു. അദ്ദേഹം 1946 അദ്ദേഹം ജനിക്കുന്നത്. കൊടിയത്തൂരിൽ മങ്കണ്ടത്തിൽ മൊയ്തീൻകുട്ടി എന്നവരുടെയും കണ്ണാട്ടിൽ കദിയുമ്മയുടെയും മകനായി 1944 ജനിച്ചു. 30/1/2025 കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി അദ്ദേഹം ലോകത്തോട് പറയുകയും ചെയ്തു. അദ്ദേഹം ഇസ്ലാഹി നവോത്ഥാന രംഗത്ത് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും അദ്ദേഹം സഞ്ചരിക്കുകയും വളരെ ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ അധ്വാനത്തിലൂടെ വളരെ കഷ്ടപ്പെട്ട് ആ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ പല സ്ഥാപനങ്ങളുടെയും സംഘടനയുടെയും നേതൃത്വത്തിൽ വരികയും ചെയ്തു. അദ്ദേഹം 1967 ISM രൂപീകൃതമായപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. തുടർന്ന് കേരളത്തിൽ ഒന്നടങ്കം ഈ പ്രസ്ഥാനത്തെ ജനകീയമാക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിട്ട് KK മുഹമ്മദ് സുല്ലമി, ഡോക്ടർ കുഞ്ഞാൻമുട്ടി സാഹിബ് തുടങ്ങിയുള്ള ആളുകൾ വളരെയധികം പരിശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം അതിനുശേഷം കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയായി, കേരള ഹിലാൽ കമ്മിറ്റി ചെയർമാനും പിന്നീട് അതിൻ്റെ പ്രസിഡൻറ്റുമായി, സെക്രട്ടറിയായി, പിന്നെ KJUവിൻ്റെ
സെക്രട്ടറിയും പ്രസിഡൻറ്റുമായി. ഇപ്പം അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ എല്ലാ രംഗത്തും അദ്ദേഹം പല സ്ഥാപനങ്ങളിലും ചെറുവാടി ഗവൺമെൻറ് UP സ്കൂളിൽ നിന്ന് അദ്ദേഹം സുല്ലംസൻ അറബിക് കോളേജിലേക്ക് അധ്യാപകനായി മാറുകയും അതിനുശേഷം മജിത്തുല്ലൂമിലെ പ്രിൻസിപ്പാളായി സേവനമനുഷ്ഠിക്കുകയും അതിനുശേഷം അദ്ദേഹം 10-15 കൊല്ലക്കാലത്തോളം ജാമിയ സൽഫയിലും പ്രധാനാധ്യാപകനായി ജോലി ചെയ്തു. അങ്ങനെ എല്ലാ നിലക്കും പ്രവർത്തിച്ച അദ്ദേഹം ഇശായത്തിന് അദ്ദേഹത്തിൻ്റെ വേർപാട് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ബാക്കി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇനിയും ഈ സംഘടന മുന്നോട്ട് പോകും, പ്രവർത്തിക്കും എന്ന് അതിനുള്ള ആവശ്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തുള്ള വാക്കിൽ നിന്നും ഉപദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമെന്നും കൂടി ഇവിടെ പറയട്ടെ. ബാക്കി കാര്യങ്ങൾ മദനി സാഹിബ് നമ്മോടൊപ്പം ചേർന്നതിന് ശേഷം പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഈ പറഞ്ഞ പോലെ കേരളത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ കാദിയാനിസം എവിടെയൊക്കെ ആളുകളെ വല വീശുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അവരുമായി നേരിട്ട് സംസാരിക്കാനും പലപ്പോഴും അവിടെ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനും വരെ അദ്ദേഹം ഏർപ്പാട് ചെയ്യുകയും അങ്ങനെ പലയിടത്തും നമ്മുടെ പരിപാടികൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നേരിട്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കാത്ത അത്തരം ചർച്ചകളിലും അതുപോലെ പൊതുയോഗങ്ങളിലും എങ്ങനെയായിരുന്നു, എന്തായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലം അല്ലെങ്കിൽ എന്ന് വീക്ഷിക്കുകയും ആ കാര്യം നമ്മോട് സംസാരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം. എന്ന് വേണ്ട ഏത് സമയത്തും കാണുമ്പോഴും അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോഴുമൊക്കെ ഇശായത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കും. ഏറ്റവും ഒടുവിൽ മുബാഹലയുടെ 35-ാം വാർഷിക സന്ദർഭത്തിൽ ഇശായത്ത് പ്രവർത്തകരും ആ മുബാഹലിൽ പങ്കെടുത്തുള്ള കുടുംബങ്ങളും ഒക്കെ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും പങ്കെടുത്ത ഒരു കൂട്ടായ്മയിൽ അദ്ദേഹം രോഗശയ്യയിൽ നിന്നായിരുന്നു വന്ന് പങ്കെടുത്തത്. ഞങ്ങൾക്കൊക്കെ ആവേശം നൽകിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് അന്ന് അദ്ദേഹം കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് കായംകുളം സ്വദേശിനിയായ സൂഫിയ എന്നൊരു ഗവേഷണ വിദ്യാർത്ഥിനി അവർക്ക് സ്വീകരണം കൂടി നൽകിയപ്പോൾ അതിൽ പങ്കെടുത്തുകൊണ്ട് വളരെ കാര്യങ്ങൾ പറയുകയും, അതായത് ഞാൻ പറയുന്നത് അദ്ദേഹം രോഗം മൂലം അവശത ഉണ്ടാകുന്ന ഒരു സമയത്ത് പോലും അത് അവഗണിച്ചുകൊണ്ട് ഈ പ്രവർത്തകരെ വന്ന് കാണാൻ അദ്ദേഹത്തിന് വളരെ ഉത്സാഹം കാണിച്ചു. നമ്മോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നീട് നമ്മൾ ഏറ്റവും ഒടുവിൽ നടത്തിയ പരിപാടി, ഇശായത്തിൻ്റെ പൊതുപരിപാടി നവംബർ 30-ന് ഒരു ഇൻഡോർ പ്രോഗ്രാമായിരുന്നു. പക്ഷേ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തുള്ള ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് മദനി സാഹിബായിരുന്നു. അത് കാദിയാനിസത്തിനെതിരെ ആയിരുന്നില്ല. ഈ അടുത്ത് ഇങ്ങനെ സംസാര വിഷയമായിട്ടുള്ള സർവ്വവേദ സത്യവാദവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. എന്നിട്ടും കുറഞ്ഞ സമയം മാത്രമേ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിഞ്ഞുള്ളൂവെങ്കിലും ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് കാര്യങ്ങൾ എങ്ങനെ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി തരാൻ അദ്ദേഹത്തിൻ്റെ ചെറു പ്രഭാഷണം, ഉദ്ഘാടന പ്രസംഗം കൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് സാധിച്ചു. അതോടൊപ്പം നമ്മൾക്ക് അതിലൊരു ആവേശം ഉൾക്കൊള്ളാൻ നമുക്കും അതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ മരിക്കുന്നവരെ ഇശായത്തിൻ്റെ കാര്യത്തിൽ സത്വര ശ്രദ്ധ ചെലുത്തിയ ഞങ്ങളുടെ മാർഗദർശിയാണ് ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ഒരു നമ്മുടെ ഈ മറ്റ് ചർച്ചകളിൽ, അതായത് മുബാഹലയുടെ ചർച്ചകളിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തമുണ്ടായിരുന്നു. എന്നാൽ അതിന് ശേഷം നേരിട്ട് നടത്തിയിട്ടുള്ള കാദിയാനികളുടെ ചില ആളുകളുമായി നേരിട്ട് നടത്തിയ നമ്മുടെ സംഭാഷണത്തിൻ്റെ ഫലമായിട്ടാണ് കൊടിയത്തൂരിലെ പ്രമുഖ കുടുംബങ്ങൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. പിന്നീട് അവർക്ക് തൗഹീദിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള വിദ്യാഭ്യാസം നൽകിയത് മദനി സാഹിബ് നേരിട്ട് തന്നെയായിരുന്നു. അതിൻ്റെ ഗുണം ആ കുടുംബം മാത്രമല്ല, അതിനുശേഷം ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ ആകർഷിക്കുകയും അതിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാസ്ഥാനിക സുഹൃത്തായ കക്കാട് സ്വദേശി മുഹമ്മദ് സാഹിബ് തിരിച്ചു വന്നപ്പോൾ വളരെ സന്തോഷത്തോടെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മദനി സാഹിബായിരുന്നു. കാരണം അദ്ദേഹം പ്രാസ്ഥാനികമായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിച്ചിരുന്ന
ആ വ്യക്തി ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു, ഏതായാലും മുസ്ലിമായി മരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന ആ സന്തോഷം പങ്കുവെക്കാൻ ഉടനെ തന്നെ അദ്ദേഹത്തെ പോയി കാണുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്ത മദനി സാഹിബ് എന്നോട് നേരിട്ട് പറഞ്ഞത്, ഇതുപോലെ മറ്റു പലരെയും നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സമീപിക്കേണ്ടതുണ്ട്. ഖാദിയാനി ആവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു വികാരത്തിൻ്റെ പേരിൽ, ഒരു തെറ്റിദ്ധാരണ പേരിലാണ് ഉണ്ടാവുക. അത് നമ്മൾ പരമാവധി വ്യക്തിബന്ധങ്ങളിലൂടെ അവരോട് ഈ കാര്യങ്ങൾ സംസാരിക്കണം, അവരെ തിരിച്ച് കൊണ്ടുവരണം എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മോട് ഈ കാര്യത്തിൽ സജീവ ശ്രദ്ധ ചെലുത്തണമെന്ന് ഉപദേശിച്ചിട്ടുള്ള ആളാണ് മുഹമ്മദ് മദനി സാഹിബ്. ഒരു കാര്യം കൂടി പറയട്ടെ, അദ്ദേഹം കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ അതിലെ ദഅവത്ത് വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നടക്കുന്ന ദഅവത്ത് പ്രവർത്തനങ്ങളിൽ ഖാദിയാനിസം ഒരു പ്രത്യേക വിഷയമായി തന്നെ എടുത്ത് ഞങ്ങൾ പങ്കെടുത്ത്, ഞാനും KCC ഒക്കെ പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അതിന് പുറമെ പുളിക്കൽ മദീനത്തുൽ ഉലമയിൽ വെച്ച് കുറേ ദിവസങ്ങളോളം പണ്ഡിതന്മാർക്ക്, ജമിയത്തുൽ ഉലമയിലെ പ്രാസംഗികമായ പണ്ഡിതന്മാർക്ക് അതിൻ്റെ ഖാദിയാനിസത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്ലാസ് എടുത്തു കൊടുക്കാൻ അദ്ദേഹം വളരെയധികം താല്പര്യം കാണിക്കുകയും എല്ലാ വിവരങ്ങളും അവിടെ വെച്ച് 2-3 ദിവസം ക്ലാസ്സിലൂടെ അവരെല്ലാം ബോധ്യപ്പെടുത്തുകയും ഇശാഅത്തിൻ്റെ പുസ്തകങ്ങൾ തന്നെ പലരും കൊണ്ടുപോയിട്ട് നമ്മളുടെ പ്രാസംഗികന്മാർക്ക്, മരിച്ചുപോയ സക്കറിയ സലാഹി അടക്കമുള്ളവർക്ക് നമ്മൾ കൊടുക്കുക താല്പര്യം കാണിക്കുകയും ചെയ്തു. അതിനൊക്കെ അദ്ദേഹം വളരെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന കാര്യം കൂടി നമ്മൾ ഓർക്കുകയാണ്. ആ കൂട്ടത്തിൽ സംസ്ഥാന സമ്മേളനങ്ങളിൽ ഒരു വിഷയമായിട്ട് അവതരിപ്പിച്ച 1-2 സമ്മേളനങ്ങൾ ഞാൻ ശ്രോതാവായി പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ പിന്നിലും ഈ പറഞ്ഞ പോലെ ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള അതുപോലെ തന്നെ അദ്ദേഹം ജാമ്യ സെൽഫിയിലായിരുന്ന കാലത്ത് ഞാൻ 4-5 കൊല്ലം ജാമ്യ സെൽഫിയിലെ ഫൈനൽ വിദ്യാർത്ഥികൾക്ക് ഖാദിയാനിസം സംബന്ധിച്ചുള്ള ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലത്തെ ജാമ്യ സെൽഫിയൽ വിദ്യാർത്ഥികൾക്കും ഞാനും ഞങ്ങളൊക്കെ പോയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് കേരളത്തിലെ അറിയപ്പെട്ട സ്ഥാപനങ്ങളിലെല്ലാം ഒരിക്കലും ഹുസൈൻ മടവൂർ ആവശ്യപ്പെട്ടു, പക്ഷേ നടക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലാണ്ട് ഫറൂഖ് കോളേജിൽ നടക്കാൻ പറഞ്ഞിരുന്നു. പിന്നെന്തോ നടക്കാതെ പോയി എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തെയും നമ്മയും എല്ലാം തന്നെ അവൻ്റെ ജന്നാത്തി പ്രവേശിപ്പിക്കുകയും അള്ളാഹുവിൽ എല്ലാവരും ആരോഗ്യം നൽകുകയും ചെയ്യാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ സംതൃപ്ത കുടുംബത്തിന് ധൈര്യവും സ്ഥൈര്യവും നൽകി അനുകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കളെയും നമ്മയും അദ്ദേഹത്തെയും നമ്മുടെ പ്രവർത്തകന്മാരെയും എല്ലാം അള്ളാഹു തആല നേർമാർഗത്തിൽ നയിക്കുകയും പരലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം നൽകി ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.